ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മുതിർന്ന കാര്യകർത്താക്കളെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെ, NDA സഖ്യം നേതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, സാദര നമസ്കാരം. നമ്മുടെ പരിപാടിയുടെ പ്രോട്ടോകോൾ എല്ലാം തന്നെ തിരുത്തി എഴുതിക്കൊണ്ടാണ് നമ്മുടെ പരിപാടി പോയിക്കൊണ്ടിരിക്കുന്നത്. സമയപരിമിതി മൂലം വളരെ കുറച്ച് ദിവസങ്ങളാണെങ്കിൽ ബാക്കി എല്ലാം ചുരുക്കണം, കാര്യപ്രസക്തമായ കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലണം എന്ന MP-യുടെ തീരുമാനപ്രകാരം അദ്ദേഹത്തിന് മുമ്പേ ഞാൻ സംസാരിക്കുകയാണ്. നമ്മുടെ NDA കൺവെൻഷൻ നമ്മൾ ഏവരും വളരെ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്നതാണ്. അതും ഇവിടെ വന്നെത്തിയിരിക്കുന്ന അതിഥി എന്ന് പറയുമ്പോൾ നമുക്ക് ഏവർക്കും ഏറെ പ്രിയപ്പെട്ട വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ കൂടിയാണ് ഇവിടെ എത്തിയിരിക്കുന്ന പലരും ഇന്നിവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. NDA നമുക്കറിയാം, ഇത്തവണ നിയമസഭയിലേക്കുള്ള മത്സരം നമ്മുടെ സംസ്ഥാന തലത്തിൽ അതീവ ഗൗരവത്തോടു കൂടിയാണ് കണക്കിലെടുത്തിട്ടുള്ളത്. പല മണ്ഡലങ്ങളും വിജയിക്കുമെന്നുള്ള ഉറപ്പ് നമുക്ക് ഇതിനോടൊപ്പം അകം തന്നെ ലഭിച്ചിട്ടുണ്ട്. സാധാരണ എപ്പോഴും BJP ചിന്തിക്കാറ്, NDA ചിന്തിക്കാറ് നമുക്ക് വോട്ട് ശതമാനം ഉയർത്തണം, വോട്ട് എത്രത്തോളം അധികമാക്കാൻ സാധിക്കും, എങ്ങനെയാണ് കുറച്ചുകൂടി ഒരു പടി കൂടെ NDA വളരുക എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. പക്ഷേ അത്തരം വളർച്ചകളെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് ആ വളർച്ച ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക്, വിജയം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയാണമാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ പ്രഖ്യാപനം കഴിഞ്ഞ് വളരെ പരിമിതമായിട്ടുള്ള ദിവസങ്ങളാണെങ്കിലും നമ്മുടെ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ പൊള്ളുന്ന വെയിലിനെ അവഗണിച്ചുകൊണ്ട് ഈ നമ്മുടെ മത്സര രംഗത്തേക്ക് വളരെ സജീവമായിട്ടും എല്ലാ വിഭാഗങ്ങളിലേക്കും ഇടപെട്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലും മറിച്ചല്ല സാഹചര്യം. ഇന്ന് പാതിരാത്രിയായിട്ടുണ്ടെങ്കിലും പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ NDA-യുടെ പ്രവർത്തകരെല്ലാവരും തന്നെ തോളിൽ ബോർഡ് ഏറ്റിക്കൊണ്ട് ചുറ്റിലും അതിലും എഴുതിക്കൊണ്ട് വളരെ പ്രവർത്തനത്തിൽ വ്യാപകമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് എമ്പാടും കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതുവരെ നടത്തിയിരിക്കുന്ന പ്രവർത്തനം പോലെയല്ല, വിജയിക്കാനുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. ആ വിജയം കയ്യെത്തി പിടിക്കുന്നതിന് തൊട്ടടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾ കൂടെയുള്ള അശ്രാന്ത പരിശ്രമത്തിലൂടെ നമ്മളുടെ ഏവരെയും സ്വപ്നമായിട്ടുള്ള ഒരു താമര